ഇത് നന്ദയുടെ ക്രൂരതയോ ഇന്ദിവരം രണ്ടായി പിളർക്കുന്നു. ചന്ദ്രകാന്തം ഒരു കിടിലൻ പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ. ഇന്ന് പുറത്ത് വന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഗാഥയും കൂട്ടി നമ്മുടെ നന്ദ നമ്മുടെ ഇന്ദിവരത്തിലേക്ക് വരുന്ന ദൃശ്യങ്ങൾ തന്നെയായിരുന്നു നമ്മുടെ എപ്പിസോഡിൻ്റെ അവസാനം കാണുവാൻ സാധിച്ചത്. ശേഷം നമ്മുടെ പ്രൊമോയ്ക്ക് ആദ്യം കാണിക്കുന്നുണ്ട് നമ്മുടെ മഹാദേവൻ്റെ പിറന്നാളായിട്ട് നമ്മുടെ നന്ദ പറയുന്നുണ്ട് ഗൗതം സാറും ഗാഥയുമാണ് അച്ഛന് ഗിഫ്റ്റ് തന്നത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും നടുക്കിരുന്ന് അച്ഛൻ എന്തായാലും ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മഹാദേവൻ കിടന്ന് ഇങ്ങനെ ഉരുകുന്നതും കാണാം, ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് നിന്ന് മക്കളുടെ ഒപ്പം നമ്മുടെ അച്ഛൻ്റെ ഇരുന്ന് ഫോട്ടോയും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ലക്ഷ്മിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ, എന്തിനിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നേ എന്നൊക്കെ, ഇവൾ ആരാണ്, ഗാഥ ആരാണെന്നൊക്കെയുള്ളൊരു ചോദ്യങ്ങൾ നമ്മുടെ ലക്ഷ്മിയുടെ മനസ്സിൽ വരികയും ആ ഒരു സംശയങ്ങളും കടന്നു വരുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ശേഷം ഇങ്ങനെ അതിക്കഴിഞ്ഞ് നമ്മുടെ നന്ദയെ ഇങ്ങനെ ഒരു മുറിയിലേക്ക് ഇങ്ങനെ വലിച്ചഴിച്ച് കൊണ്ടുപോയി നമ്മുടെ നന്ദയോട് കുറേ ചോദ്യങ്ങൾ ചെയ്ത് ഇങ്ങനെ ക്ഷോഭിക്കുന്ന ലക്ഷ്മിയും നമുക്ക് കാണുവാൻ സാധിക്കും. അതിനുശേഷം ലക്ഷ്മി പോകുമ്പോൾ ആ നന്ദ ഇത് വേണമായിരുന്നു, താൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ നിൽക്കുന്ന രംഗം നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ലക്ഷ്മിക്ക് ഇതൊക്കെ ഒരു വല്ലാത്തൊരു മുറിവുകൾ തന്നെയാണ്. എന്തൊക്കെയായാലും തന്നെയും സ്വന്തം ഭർത്താവ് വേറൊരു പെണ്ണിൽ ഒരു കൊച്ചുണ്ടാകുക എന്നൊക്കെ കേൾക്കുമ്പോൾ ഏതൊരു പെണ്ണിനും അത് അസഹനീയം തന്നെയാണ്. അപ്പോൾ അങ്ങനെ അറിയുമ്പോൾ നമ്മുടെ ലക്ഷ്മിക്ക് ഉണ്ടാകുന്ന ഒരു വേദന അത് നമ്മുടെ നന്ദയ്ക്ക് താങ്ങാനാകുമ്പോൾ, നന്ദ നമ്മുടെ ലക്ഷ്മിയെ സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെ കലങ്ങി തെളിയും എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ശേഷം പിന്നാലെ നമ്മുടെ പിങ്കിയുടെ പാരകളൊക്കെയും ഉണ്ടാവും, അതെന്തായാലും ഉറപ്പാണല്ലോ. അപ്പോൾ അതിനെക്കാട്ടി നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ.